എന്തായാലും ഒരു പോകാൻ പറ്റാത്ത ദിവസമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട്. അട്ടപ്പാടി പ്രത്യേകിച്ച് അട്ടപ്പാടി എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയാണ് കുട്ടി പിടിച്ചു പോയിട്ടുള്ളത്. സുർജിത്ത്, ഞാൻ പറഞ്ഞല്ലോ, DDMA ആണിത് പരിശോധിക്കേണ്ടത്. DDMA തീർക്കാത്തതിൽ അവരുണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവും, ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാലും തെറ്റാവും. അതൊരു ഒരു ഒരു അധികാര പരിധിയാണ്. അവരത് പരിശോധിച്ച് അവരുടെ റെക്കമെൻഡേഷൻ തരട്ടെ. ചിലപ്പോൾ മാനദണ്ഡങ്ങൾ ഇതായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്, ഇനി വേറെ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നതുണ്ടാവും. അവരാദ്യം ഒന്ന് പരിശോധിക്കട്ടെ. അവർ പൂർത്തീകരിച്ചാൽ സെക്കൻഡ് അപ്പീൽ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്. പിന്നെ ഇത് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റും കേരളത്തിലുണ്ട്. അതുകൊണ്ട് പ്രയാസം ഉണ്ടാകില്ല. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ വിള്ളൽ വീണ സ്ഥലങ്ങൾ, അതിനിപ്പോ ഓൾറെഡി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. STRF-ൽ നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF കൂടി ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായാൽ, ഇപ്പോൾ ചൂരൽമലയുടെ ചുറ്റുവട്ടത് വേണ്ട, കുറച്ചുകൂടി മാറി ഒരു ദുരന്തം ഉണ്ടായി, 10 ലക്ഷം രൂപ അല്ലാതെ തന്നെ കൊടുക്കാൻ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ആ വഴിയിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ചിലത് നമുക്ക് ചില CSRO സ്പോൺസർമാരോ അങ്ങനെ എടുക്കാൻ പറ്റുന്നവരുണ്ടാകും. നമുക്കെന്തായാലും രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത. മാനദണ്ഡം വെച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ളത് കേട്ടതിന് ശേഷമാകാം. അല്ല, അതൊരു പ്രശ്നമല്ല. അത് സ്വാഭാവികമായിട്ടും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ മീറ്റ് പ്രസ്സിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വ്യക്തമാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നിയമമനുസരിച്ച് DDMA ആണ്, സർക്കാരല്ല. DDMA-യിലുള്ള ആളുകൾ ഇന്ന ആളുകളാണ്. അതിനെ പിന്നെ പഞ്ചായത്തും റവന്യൂവും അല്ലെങ്കിൽ പഞ്ചായത്തും ഗവൺമെന്റും തമ്മിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.